ഹായ് മച്ചാന്മാരെ, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പോക്കോ M3 എന്ന് പറഞ്ഞ മോഡലാണ്. ഡിസ്പ്ലേ ഫുള്ളും പൊട്ടിപ്പോയി, ചെന്നാഭിന്നമായി എന്ന് പറയാം. പക്ഷേ ഓണാകുമ്പം അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ക്യാമറ ഗ്ലാസും പൊട്ടി ഇല്ല, അതിൻ്റെ അകത്ത് ദാണ്ടെ ഇവിടെ കാണിച്ചത് ദാണ്ടെ ഫുള്ളും പോയിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ ഗ്ലാസും ഡിസ്പ്ലേ മാറാൻ പോവാണ്. അതുപോലെ തന്നെ പോക്കോ M3 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇഷ്യൂവിൽ കുറേ ഡെഡായി പോയിട്ടുണ്ട്. അതിരുന്ന് രക്ഷപ്പെട്ടവരുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ സിം ട്രേ ഇളക്കാണ്. രക്ഷപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അപ്ഡേറ്റൊക്കെ ചെയ്ത് ഇഷ്യൂ ഒന്നും വരാത്തവരുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. നിങ്ങളുടെ കയ്യിൽ M3 ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല മച്ചാന്മാരെ. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പം എൻ്റെ തന്നെ കുറേ 6-7 ഡെഡ് വന്നിട്ടുണ്ടായിരുന്നു CPU ഇഷ്യൂ ആയിട്ട്. 3-4 എണ്ണം റീബോൾ ചെയ്ത് ശരിയാക്കി കൊടുത്തായിരുന്നു. പിന്നെ രണ്ടോ മൂന്നെണ്ണം കണ്ട ഓൾറെഡി ചെയ്തിട്ട് പിന്നെയും ഡെഡായതാണ്. അതുകൊണ്ട് ഓക്കെ ആയില്ല, അങ്ങനെ ഡെഡായിട്ട് കിടപ്പുണ്ട് ഇപ്പോഴും. അപ്പോൾ മച്ചാൻ എന്തായാലും നമ്മൾ ബാക്ക് പാനൽ ഇളക്കാൻ പോവുകയാണ്. ഇതിന് ബാക്ക് പാനൽ സിമ്പിളായിട്ട് ഇളക്കാൻ പറ്റും. ഈ പോക്കോ M3യുടെ ബാക്ക് പാനൽ എന്ന് പറഞ്ഞാൽ വലിയ പാടുപെട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഞാൻ നഖം വെച്ചാണ് കറക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതാണ്ട് നഖം ആ ഗ്യാപ്പിൽ കയറ്റിയിട്ട് ഇങ്ങനെ കറക്കിയാണ് എടുക്കുന്നത്. അതുപോലെ ബാക്ക് പാനൽ ഇളക്കാൻ നേരത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്, സൈഡ് മൗണ്ടൈൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡിലാണ്, അതാണ് മെയിൻ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇളക്കാൻ നേരത്ത് ആ സ്ട്രിപ്പിൽ എന്തെങ്കിലും ഡാമേജ് വരാതെ ഒന്ന് നോക്കുക. അതാണ്ട് സിമ്പിളായിട്ട് അങ്ങ് ഇളകി വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, സ്ട്രിപ്പ് കണ്ടോ? ഇത് വലിച്ചൊന്നും ഇളക്കരുത്. ഇതിലൂടെ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട്, നമ്മുടെ ഫ്രെയിമിൽ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറി വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കീറി വരും. അതുപോലെ സ്ട്രിപ്പ് വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഇളക്കുക. ബാക്ക് പാനൽ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് ഈ സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ഞാൻ എല്ലാ സ്ക്രൂകളും ഒന്ന് ഇളക്കുകയാണ്. ഇതിൽ ഗ്രീൻ കളർ സ്ക്രൂ ആണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡ്മിയുടെ ഫോൺ നിങ്ങൾ എപ്പോൾ ഇളക്കിയാലും ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ അകത്ത് ഗ്രീൻ കളർ സ്ക്രൂ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യാണ്, എല്ലാ സ്ക്രൂ ഇളക്കാൻ പോവാം. അപ്പോൾ എല്ലാ സ്ക്രൂവും ഇളക്കിയിട്ടുണ്ട്. ചില സ്ക്രൂ ഒക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്, അത് ലൂസായിട്ടുണ്ട്, ഇളക്കിയിട്ടുണ്ട്, പക്ഷേ ഇളകി വന്നിട്ടില്ല. ഓക്കെ, ഇതാണ്ടോ ആ സ്ക്രൂ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പ്രൊട്ടക്ടർ ഇളക്കുമ്പോൾ തന്നെ കൂടെ വരും. സ്ക്രൂ എല്ലാം എടുത്ത് കറക്റ്റ് മാറ്റി വയ്ക്കാൻ വെച്ചാൽ അങ്ങനെ പലർക്കും ഇളക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ക്രൂ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. 10 സ്ക്രൂ ഇളക്കിയെങ്കിൽ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ 8 സ്ക്രൂവേ ഉണ്ടാവും. അത് എനിക്കും പലതവണ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്ക്രൂകളൊക്കെ കറക്റ്റായ ഒരു സ്ഥലത്ത് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് അതുപോലെ എല്ലാ സ്ക്രൂ എടുത്തിടുക. നമ്മൾ ചില മൊബൈൽസൊക്കെ ഇളക്കുമ്പോൾ എവിടെയെങ്കിലും സർവീസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ 3-4 സ്ക്രൂ ഇല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ വരും. കാരണം എവിടെ പോകുന്നതെന്ന് നമുക്കും അറിയില്ല, ഈ പറഞ്ഞ പോലെ സ്ക്രൂവിന് അറിയില്ല. ഇത് മിക്കവാറും എല്ലാ ടെക്നീഷ്യന്മാർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ക്രൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്ട് താഴത്തെ റിങ്ങർ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നും ഒരു സ്ക്രൂ താണ്ട് എടുത്ത് വെച്ചു. അടുത്തെന്ന് പറഞ്ഞാൽ താഴത്തെ സ്ട്രിപ്പ്, അതായത് ചാർജിങ് സ്ട്രിപ്പ്. ഇത് ഡിസ്പ്ലേയിലാണ് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ താഴത്തെ റിങ്ങർ സെക്ഷൻ ഇളക്കേണ്ടി വന്നത്. നെക്സ്റ്റ് ബാറ്ററി, പോക്കോ M3 ബാറ്ററി. ഇതുപോലെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു കവർ വന്നിട്ടുണ്ട്, അത് പിടിച്ച് വലിച്ചാൽ മതി. പോക്കോ അതുപോലെ തന്നെ ഓപ്പോ ഇതെല്ലാം അങ്ങനെയാണ്. പക്ഷേ സാംസങ് മാത്രം ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ തരുന്നില്ല, അതെന്താണെന്ന് അറിയാൻ വയ്യ. അത് ഇളക്കാനാണ് വലിയ പാട്, സാംസങ്ങിൻ്റെ ബാറ്ററി ഇളക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ബാറ്ററി ഒരുവിധം പൊക്കി നിർത്തുന്നുണ്ട്. ഇത് വലിച്ചാൽ ചിലപ്പം ഫുള്ളായിട്ട് ഇളകി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊക്കി നിർത്തിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്പണർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അകത്ത് കയറ്റി ഇങ്ങനെ ഒരു തിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ ഇളകി വരും. അടുത്തെന്ന് പറഞ്ഞാൽ ഈ കവർ, ഈ ബാറ്ററിയുടെ അടിയിലുള്ള ഈ കവർ അങ്ങനെ വെക്കുന്നെങ്കിൽ നല്ലതാണ്. പക്ഷേ ഈ കവർ ഇളക്കിയിട്ട് ബാറ്ററി ആ ഒരു ബ്ലാക്ക് കളർ ഗം സ്റ്റിക്കറിൻ്റെ അകത്ത് ഒട്ടിക്കരുത് വെച്ചാൽ പിന്നീട് രണ്ടാമത് ഇളക്കാൻ നേരത്ത് വലിയ പാടാണ്. അപ്പോൾ ഞാൻ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഇളക്കി മാറ്റണം. ഡിസ്പ്ലേ ഒരുവിധം ഇളകി നിൽക്കുകയാണ്, നോക്കാം. ആണ്ടേ കണ്ടോ, ഫുള്ള് ഇളകി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വലിയ പാടില്ലാതെ തന്നെ ഡിസ്പ്ലേ ഇളക്കി മാറ്റുകയാണ് വെച്ചാൽ. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഹീറ്റൊക്കെ കൊടുത്ത് അതിനുശേഷമായിരിക്കും ഇളക്കുന്നത്. ഇവിടെ ഇളകി നിൽക്കുന്നുണ്ട്, വലിയ പാടൊന്നുമില്ലായിരുന്നു. അങ്ങനെ അങ്ങ് പൊക്കിയെടുത്തു, അത്രയേ ഉള്ളൂ വെച്ചു. ഡിസ്പ്ലേ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഈ ഫ്രെയിം ചുറ്റിലൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാൻ വെച്ചാൽ ഈ ഡിസ്പ്ലേയുടെ ഒരു എന്താ പറയുക, ഗ്ലാസ് തരികളൊന്നും നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പുതിയ ഡിസ്പ്ലേ വയ്ക്കുമ്പം നമ്മൾ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്ത് ഈ ഗ്ലാസും തമ്മിൽ നെരിങ്ങിയിട്ട് അവിടെ ഒരു ചിമ്മൽ വരും. ഏറ്റവും കൂടുതൽ സാംസങ്ങിൻ്റെ മൊബൈൽ മാറുമ്പോഴാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ എന്തായാലും കണ്ടോ, കുറേ അഴുക്കുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്കിപ്പ് ചെയ്യുകയാണ്, ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ പുതിയ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾ മാക്സിമം പുറത്ത് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ മേടിക്കുക, എന്നാലേ വേറെ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കത്തുള്ളൂ. കാരണം ഏറ്റവും ലോ ക്വാളിറ്റി ഡിസ്പ്ലേ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആട്ടോ ടച്ച് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് മൊബൈലിൽ വരുന്നുണ്ട്. ഉടനെ വരത്തില്ല, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും വരുന്നത്. അതുകൊണ്ട് എടുക്കുമ്പം ഏറ്റവും ലോക്കൽ എടുക്കാതെ നമുക്ക് അത്യാവശ്യം ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഡിസ്പ്ലേ എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പുകൾ പിടിച്ചിടുന്നുണ്ട്. അതുപോലെ താഴത്തെ സി സി ബോർഡിൻ്റെ അകത്ത് ചാർജിങ് സ്ട്രിപ്പും പിടിച്ചിട്ടിട്ടുണ്ട്. കാരണം ചാർജ് നമ്മൾ കുത്തി നോക്കണം, ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടി വരും. ഡിസ്പ്ലേയിൽ ആ സ്ട്രിപ്പ് വരുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്തേ പറ്റൂ. അടുത്ത് നമ്മൾ ഓൺ ചെയ്ത് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഡിസ്പ്ലേ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേ മാറുന്നതിൻ്റെ അവിടെ ഡിസ്പ്ലേയുടെ ചെക്കിംഗ് വരുന്ന സമയത്ത് ഞാൻ ഫുൾ ക്ലിയർ ആയിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കുറച്ച് മച്ചാന്മാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേയുടെ ചെക്കിംഗ് മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന് ഇടാവും മച്ചാനെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും മച്ചാനെ ഞാൻ 2-3 ദിവസത്തിനകത്ത് ഡിസ്പ്ലേ ചെക്കിംഗ് വീഡിയോ സെപ്പറേറ്റ് ഇട്ട് തരാം. അപ്പോൾ എന്തായാലും സെറ്റ് ഓണായി വന്നിട്ടുണ്ട്. ഒരു മൊബൈലിൻ്റെ ഡിസ്പ്ലേ മാറുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ചെക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഡിസ്പ്ലേ ചെക്കിംഗ് ഇട്ടിട്ടുണ്ട്. ഇനി സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടി ഇടാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഓഫ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ്. തീർച്ചയായും 2-3 ദിവസത്തിനകത്ത് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്ന ഫുൾ വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം മച്ചാനെ. അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ്. ഇപ്പോൾ ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഡിസ്പ്ലേ ഇളക്കിയിട്ട് ഒന്നേന്ന് ഗം ചെയ്തിട്ട് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ബാറ്ററി ഈ സ്റ്റിക്കർ ഉണ്ടോ, ഈ സ്റ്റിക്കർ എന്ന് പറയുന്നത് നല്ല ഗമ്മുള്ള ഒരു കവറാണത്. അപ്പോൾ അത് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കും. ചിലരിത് ഇളക്കിയിട്ട് ആ ബ്ലാക്ക് ഗമ്മിൻ്റെ അകത്ത് കൊണ്ടേ വയ്ക്കും. അത് വയ്ക്കല്ലേ മച്ചാൻ, അങ്ങനെ വെച്ചാൽ ഞാനൊരു മൊബൈൽ ഇളക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ബാറ്ററി ഭയങ്കരമായിട്ട് ഡാമേജ് ആവുന്നുണ്ട്. അപ്പോൾ താഴത്തെ സ്ട്രിപ്പ് ഒരു കാര്യം മറന്നു മച്ചാൻ, ചാർജ് കുത്തി നോക്കാൻ മറന്നുപോയി. സോ ചാർജും കൂടി ഒന്ന് കുത്തി നോക്കുകയാണ്. സ്ട്രിപ്പ് റിമൂവ് ചെയ്തില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ചാർജർ കണക്ട് ചെയ്യാൻ പോവാണ്. ചാർജ് ജസ്റ്റ് നമ്മൾ മൊബൈൽ ഇപ്പം നിൽക്കുന്ന ബാറ്ററി ചാർജ് നിന്നും പെർസെൻറ്റേജിൽ നിന്നും നമ്മൾ 1% അങ്ങോട്ട് കൂടുന്നോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. കാരണം ചാർജ് കൂടണം. ഇപ്പോൾ 6-ലാണെങ്കിൽ 7, 8 നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് അത് എത്ര പെർസെൻറ്റേജ് കയറും നോക്കാം. പക്ഷേ നമുക്ക് ഒരു പെർസെൻറ്റേജ് മേളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കൺഫേം ചെയ്യാം വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ചാർജ് നല്ലോണം കയറുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ്ടേ നമ്മളൊരു ഇച്ചിരി നേരം വയ്ക്കുകയാണ്. ഓക്കെ, ചാർജ് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവുക. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ, നമ്മുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്പ്ലേ ഒട്ടിച്ച് മാറാം. അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. ഇപ്പോൾ വാറൻറ്റി ഒന്നുമില്ല, സോ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് ഒട്ടിക്കുക. എന്തായാലും ഡിസ്പ്ലേ ചെക്കിംഗ് വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്ന മച്ചാന്മാർ ഒരു 1-2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ക്ലിയർ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ ഇളക്കി മാറ്റി. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഡിസ്പ്ലേയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കണം. നമ്മൾ പുതിയ ഡിസ്പ്ലേയിൽ ഇതുപോലത്തെ സ്റ്റിക്കറുകൾ, കവറുകൾ ഉണ്ടാവും. ഇതെല്ലാം ഇളക്കി മാറ്റുക. ഇതെല്ലാം ഇളക്കി മാറ്റിയിട്ട് ഇവിടെ ഗം സ്റ്റിക്കർ, അതായത് കണ്ടോ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്, ഇതൊക്കെ ഇളക്കി കറക്റ്റായിട്ട് ഈ ഡിസ്പ്ലേയിൽ നമ്മുടെ ബാക്ക് പോർഷനിൽ ഒട്ടിക്കുക. ഇത് ഒട്ടിച്ചിട്ട് അതിന് ശേഷം സെറ്റ് ചെയ്യുക. ഇത് എന്തുകൊണ്ടാണ് ഒട്ടിക്കണം എന്നുള്ളത് ഞാൻ ഈ ഡിസ്പ്ലേയുടെ, അതായത് ഡിസ്പ്ലേ ചെക്കിംഗ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ മുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതുകൊണ്ട് അവിടെ ഒരു ക്യാമറയുടെ ഭാഗമുണ്ട്. ക്യാമറയുടെ അവിടെ, അതായത് ക്യാമറ വരുന്ന ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യണം. അതും പലരും മറന്നു പോയവരൊക്കെ ഉണ്ട്. ഒട്ടിച്ചതിന് ശേഷം അത് കുത്തി ഇളക്കി കളഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ അവിടെ ഡിസ്പ്ലേ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉടനെ അത് ഇളക്കുന്നില്ല, ഒട്ടിക്കാൻ നേരത്തെ ഇളക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഗം അടിക്കാൻ പോവാണ്. അതുപോലെ ഗമ്മ് വയ്ക്കുമ്പോൾ ഇച്ചിരി കൂടിയാലും പ്രശ്നമില്ല, പക്ഷേ 4 സൈഡിൽ മാത്രം വയ്ക്കുക. ഫ്രെയിമിൻ്റെ നടുക്ക് ഗമ്മ് വയ്ക്കരുത്. കാരണം ഞാൻ ഇടയ്ക്ക് ഇളക്കിയ മൊബൈലിലൊക്കെ സർവീസ് ചെയ്ത് ഓൾറെഡി ഡിസ്പ്ലേ മാറിയ മൊബൈൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇളക്കിയപ്പോൾ നടുക്കൊക്കെ ഗമ്മ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വയ്ക്കുന്നതിൽ വരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഡിസ്പ്ലേ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഇളക്കിയാൽ ഡിസ്പ്ലേ കറക്റ്റായിട്ട് ഡാമേജ് ആയി തന്നെ കയ്യിൽ കിട്ടും. 4 സൈഡിലാണെങ്കിൽ നമ്മൾ ഈ 4 സൈഡ് മാത്രം നമുക്ക് ഹീറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗം റിമൂവർ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ഡിസ്പ്ലേ ഇളക്കി മാറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ നടുക്ക് ഗമ്മ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിപ്പോവും. സോ അതൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ. അപ്പോൾ ഞാനിവിടെ 4 സൈഡും ഗമ്മ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിന് മുന്നേ സെൽഫി ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ്. ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ഫ്രെയിമിൽ ഇരുന്നും ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് നടുക്ക് കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് ഡിസ്പ്ലേ നീക്കി വരിക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സീറ്റിംഗ് ആവും. സീറ്റിംഗ് ആവാത്ത മൊബൈലും സീറ്റിംഗ് ആവും. ഇത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ക്ലിക്കാവുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ മൊബൈൽ ഡിസ്പ്ലേ മാറുമ്പോഴാണ്. സാംസങ് മൊബൈൽ ഡിസ്പ്ലേ മാറുമ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രെയിമിൻ്റെ മുകളിൽ നിന്നും
ജസ്റ്റ് ഇങ്ങനെ നെക്കിയിട്ട് പ്രസ് ചെയ്ത് അപ്പോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആവും. സാംസങ്ങിൻ്റെ LCD മാറുമ്പോൾ സീറ്റിംഗ് ആവത്തില്ല, അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. നിങ്ങൾ ഏത് സാംസങ് എടുത്ത് LCD മാറിയാലും സീറ്റിംഗ് കറക്റ്റ് വീഴില്ല. അതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് ആവും. അപ്പോൾ ഇവിടെ ഞാൻ ആ കവറ് കറക്റ്റായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇട്ടിട്ട് ഡയറക്റ്റ് ആ കവറും കൂടി കയറ്റി ക്ലിയർ ചെയ്തു. ഇനി ഞാൻ റബ്ബർ ബാൻഡ് ഇടാൻ പോവാണ്. റബ്ബർ ബാൻഡ് ഇടുന്ന കാര്യത്തിൽ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് മച്ചാനെ. നമ്മൾ ഈ ഓവർ ടൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. റബ്ബർ ബാൻഡിൻ്റെ വലിപ്പം അനുസരിച്ച് അത് എത്രത്തോളം, അതായത് 2 കറക്കുകയാണെങ്കിൽ നോർമലായിട്ട് ടൈറ്റ് ആവും. 3ാമത്തെ കറക്കിലാവുമ്പോഴേക്കും ഓവർ ടൈറ്റ് ആവും. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ ഒട്ടിച്ചതിന് ശേഷം ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നത്. ഈ റബ്ബർ ബാൻഡ് ഇടുമ്പം വേറൊരു ഇഷ്യൂ ഡിസ്പ്ലേക്കകത്ത് വരും. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. ഞാനത് വീഡിയോ ചെയ്യാം. അത് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും. ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ വേറൊരു ഇഷ്യൂ തീർച്ചയായും ഈ ഡിസ്പ്ലേയിൽ, നമ്മുടെ ഈ പുതിയ ഡിസ്പ്ലേ മാറുന്നില്ലേ, അതിലൊരു ഇഷ്യൂ വരാറുണ്ട്. അത് എന്താണെന്നുള്ളത് അറിയാവുന്നവർ, നിങ്ങൾക്ക് ചെയ്തിട്ട് അത് എന്തെങ്കിലും ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടാവുമല്ലോ, എല്ലാവരും അറിയാത്തവരല്ല, അറിയാവുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓവർ ടൈറ്റ് ആക്കരുത്, കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കുകയാണ്. അപ്പോൾ അതാണ്ടേ ഇവിടെ സീറ്റിംഗ് ഉണ്ടോ, കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി ഞാനിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ നെക്കി വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈറ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡിസ്പ്ലേ മാറ്റി വെച്ചു, ഫ്രെയിം അത് ഉണങ്ങട്ടെ. നമ്മളടുത്ത് ഗ്ലാസ് മാറാൻ പോവാണ്, ക്യാമറ ഗ്ലാസ്. അതാണ്ടേ ആ ഒരു പ്രൊട്ടക്ടർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഗമ്മിൻ്റെ അംശമൊന്നുമില്ല, ഒരുവിധം ഇളകി പോയിരിക്കുകയാണ്. എന്നാലും അത്യാവശ്യം ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തേക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഒട്ടിച്ചിട്ട് പിന്നീട് ഒരുപാട് പേര് പറയുന്നത് ഇളകി പോകുന്നതാണ്. അത് ഇളകിപ്പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും ചെയ്യുന്നത് ഈ ഗ്ലാസ്, നമ്മൾ ക്യാമറ ഗ്ലാസിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ, ഗം സ്റ്റിക്കർ തരും, അത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതിൽ ചെറുതായിട്ട് പൊടി വീണ് കഴിഞ്ഞാൽ ഇളകിപ്പോകും വെച്ചാൽ. ആ സ്റ്റിക്കർ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. ആ സ്റ്റിക്കറിൽ ചെറുതായിട്ട് പൊടികൾ, അതായത് ഇപ്പോൾ ഡസ്റ്റ് അങ്ങനെ കയറിപ്പോയാൽ അപ്പം തന്നെ ഗ്ലാസ് ഇളകി അങ്ങ് പോകും. അതുകൊണ്ട് മാക്സിമം ഞാൻ ഗമ്മാണ് വയ്ക്കുന്നത്. നിങ്ങളും ചെറുതായിട്ട് ആ ഗ്യാപ്പിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സീറ്റിംഗ് ആയിരിക്കും. എത്ര ഡസ്റ്റ് കയറിയാലും ഗ്ലാസ് ഇളകി എന്തായാലും പോവില്ല. അപ്പോൾ ഞാനിവിടെ ഗമ്മ് വെച്ചു. ഇനിയും ഗ്ലാസ് ഒട്ടിക്കാൻ പോവാണ്. ഇത് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല മച്ചാൻ. അതുപോലെ തന്നെ എല്ലാ മോഡൽസിൻ്റെയും ക്യാമറ ഗ്ലാസ്സുകൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറ ഗ്ലാസ് പൊട്ടിച്ച് കൊണ്ട് നടക്കുന്നവരൊക്കെ, ഗ്ലാസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ വേഗം തന്നെ മാറിക്കോ മച്ചാൻ, വലിയ പൈസയും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കവർ ഇളക്കുകയാണ്. ഇപ്പോൾ ഈ വിരൽപ്പാടൊക്കെ ഞാൻ ബാക്ക് സൈഡിലാണ് വയ്ക്കുന്നത്. അങ്ങനെ ആ വിരൽപ്പാട് വീണാലും തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, ക്ലീനറുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഗ്ലാസ് ആ ഒരു ഫ്രെയിമിനകത്ത് വയ്ക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു കയറ്റവർക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറത്തൊരു ചെറിയൊരു പീസ് വയ്ക്കാം. നമ്മുടെ ഒരു ഓപ്പണറാണ്, അത് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ചെറിയൊരു വെയിറ്റ് വയ്ക്കാൻ പോവാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നുണ്ടോ. അതാണ്ടേ ഓപ്പണർ കറക്റ്റ് ലെവലാണ്, അതുകൊണ്ടാണ് അത് വെച്ചത്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഗ്ലാസ് ഒട്ടിച്ചത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ബാക്കിലത്തെ കവർ ഇളക്കിയിട്ട് ക്ലീൻ ചെയ്താൽ മതി. അതുപോലെ സൈഡിൽ ഗമ്മൊക്കെ ഇച്ചിരി സൈഡിൽ അവിടെ ഇവിടെയൊക്കെ കാണും, അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ, കസ്റ്റമറെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുത്താൽ മതി. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്, കണ്ടോ, യാതൊരു ഇഷ്യൂ ഇല്ല. ആ ഫ്രെയിമിൽ ഇരുന്നും ഉള്ളിൽ കറക്റ്റായിട്ട് സീറ്റായിട്ടുണ്ട്, അകത്ത് കയറി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ഫ്ലാറ്റായിട്ട് ഫ്രെയിമിൽ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ഫ്ലാറ്റായിട്ട് നിൽക്കണം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഏതാണ്ട് പെർഫെക്റ്റ് ആയിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇളക്കി മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റാം. എല്ലാ റബ്ബർ ബാൻഡ് ഇളക്കാണ്. നല്ല രീതിയിൽ ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേ ചെറുതായിട്ട് ഇങ്ങനെ ഇച്ചിരിയായിട്ട് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ കസ്റ്റമർ ചെയ്യുന്ന ഇച്ചിരി ഡസ്റ്റൊക്കെ അകത്ത് കയറുമ്പം എഡ്ജായിട്ട് ഇങ്ങനെ ഇളകി പിന്നീട് ഫുള്ള് ഇളകിപ്പോവും. അതുകൊണ്ട് നല്ല രീതിയിൽ ഡിസ്പ്ലേ സീറ്റിംഗ് ആയതിനു ശേഷം മാത്രം മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റുക. ഇല്ല സീറ്റിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇച്ചിരി നേരം കൂടി ഇട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം സെറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഞാൻ ബാറ്ററി വയ്ക്കാൻ പോവാണ്. ബാറ്ററി ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ആ കവറിൻ്റെ അകത്ത് തന്നെയാണ് വെക്കുന്നത്. ഈ കവർ ഇളക്കിയിട്ട് ആ ബ്ലാക്ക് ഗമ്മിൽ ഒരിക്കലും വെക്കരുത് മച്ചാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബ്ലാക്ക് ഗം സ്റ്റിക്കറും കൂടി ഇളക്കിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടിക്കാതായിരിക്കും നല്ലത്. പക്ഷേ ആ ബ്ലാക്ക് ഗമ്മ് വെക്കരുത്, അതിൻ്റെ പുറത്ത് ഡയറക്റ്റ് ബാറ്ററി വെക്കരുത്. അപ്പോൾ ഞാൻ മദർ ബോർഡിൽ
ആ ഒരു പ്രൊട്ടക്ടർ സെറ്റ് ചെയ്യുകയാണ്. കറക്റ്റായിട്ട് ഇവിടെ ലോക്കുണ്ട്, അത് കറക്റ്റായിട്ട് പിടിച്ചിടുക. ചിലർ ഈ ലോക്കൊന്നും ശ്രദ്ധിക്കാറില്ല. കറക്റ്റാണ് ലോക്ക് വീഴണം. അയ്യോ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ സ്ട്രിപ്പ് കൊടുത്തില്ല മച്ചാനെ. അപ്പോൾ അത് വെച്ചിട്ട് വേണം അത് വയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ താഴെ റിങ്ങർ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. സ്ട്രിപ്പുകളൊക്കെ കറക്റ്റ് വീണിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എല്ലാ സ്ട്രിപ്പുകളും നമ്മൾ കറക്റ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ തന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ പോയതാണ് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ഇടാതെ. അപ്പോൾ ഞാനത് ഓർത്തുകൊണ്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുത്തു. ഇനി ഫ്രെയിം കറക്റ്റായിട്ട്, അതായത് ഈ ലോക്ക്, ആ ഫ്രെയിമിലുള്ള ലോക്ക് കറക്റ്റായിട്ട് വീഴുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് സ്ക്രൂ ചെയ്ത് മറങ്ങണ്ടോ. ഇത് കറക്റ്റ് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അത് നമ്മൾ ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞ് വരും. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് ലോക്ക് കറക്റ്റായിട്ട് വീഴുന്നത്. വലിയ പാടൊന്നുമില്ല, ഞാനിപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ടൈം എടുത്തതേ ഉള്ളൂ. അപ്പോൾ ബാറ്റ് സ്റ്റിക്കർ എല്ലാം കൂടി ഒന്ന് പെർഫെക്റ്റായിട്ട് നോക്കുക, ഒന്ന് ഓട്ടിച്ച് നോക്കുക എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ സ്ക്രൂവും ഇടാൻ പോവുകയാണ്. സ്ക്രൂ ഇടുന്ന സമയമൊക്കെ വെറുതെ വേസ്റ്റ് ആക്കണ്ട, അതുകൊണ്ട് ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യുകയാണ്. സ്ക്രൂ ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞു. അടുത്ത് നമ്മുടെ ബാക്ക് പാനൽ സെറ്റ് ചെയ്യുകയാണ്. ബാക്ക് പാനൽ ലോക്കുകൾ പിടിച്ചിടുമ്പോൾ വളരെ വളരെ സൂക്ഷിച്ച് പിടിച്ചിടുക. കാരണം എന്ന് പറഞ്ഞാൽ പ്രസ്സിങ് ഡിസ്പ്ലേയിൽ അധികം കൊടുക്കാതെ ബാക്ക് പാനലിൻ്റെ ലോക്ക് പിടിച്ചിടണം. ഇതൊരു കലയാണ് മച്ചാനെ, ഡിസ്പ്ലേയിൽ പ്രസ്സാവാതെ പിടിച്ചിടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്ക് പാനൽ സെറ്റ് ചെയ്തു. അടുത്ത് സിമ്മുണ്ട്, സിം ട്രേ ഇടാൻ പോവാണ്. എന്തായാലും സിമ്മും കസ്റ്റമർ തന്നിട്ടാണ് പോയത്, സോ സിം ഇടാൻ പോവാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ ഫൈനൽ സിം ട്രേ ഇട്ടു. ഇനി ഫൈനലായിട്ട് നമ്മൾ ഓൺ ചെയ്ത് ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് ബാക്ക് കണ്ടോ, ഗ്ലാസ്സൊക്കെ അങ്ങ് സെറ്റപ്പ് ആയില്ല മച്ചാനെ. അപ്പോൾ സെറ്റ് പുതിയതുപോലെ ആക്കി. ചിലർ അവർ യൂസ് ചെയ്യുന്ന സെറ്റ് എത്ര പഴയതായാലും അത് ശരിയാക്കി വെച്ചേക്കണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ ഒരു കസ്റ്റമറാണ് ഈ മൊബൈലിൻ്റെ. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എടുത്ത മൊബൈലാണ്. അപ്പോൾ ആദ്യമായിട്ട് എടുത്ത മൊബൈൽ ആയതുകൊണ്ട് തന്നെ അത് എന്തൊക്കെ ഇഷ്യൂ വന്നാലും അത് റെഡിയാക്കി വെച്ചേക്കും. അത് ചിലരുടെ ഒരു എന്താ പറയുക, മൊബൈലിനോടുള്ള ഒരു ലവാണ്, അത് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. അപ്പം ഓക്കെ മച്ചാനെ, ലോക്കൊന്ന് മാറ്റിയിട്ട് ഫൈനൽ ചെക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമറെ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഡിസ്പ്ലേ, ടച്ച്, അതുപോലെ തന്നെ സെൻസർ, കോൾ വിളിച്ചിട്ട് സെൻസറും ചെക്ക് ചെയ്യണം. ഇതെല്ലാം ഒന്നും കൂടി നമ്മൾ ക്ലിയറായിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം കസ്റ്റമറെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂ കാണിച്ചാൽ നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്ത വർക്കിന് മൈനസായി പോവും. സോ മച്ചാനെ ഇവിടെ ഓക്കെ ആണ്, എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മച്ചാന്മാരെ. എല്ലാവർക്കും ബൈ.